ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് LP-UP സിലബസില് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന ഭാഗത്ത് ഭഗത് സിംഗിനെ കുറിച്ചാണ്. ഭഗത് സിംഗിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. എന്നാൽ പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ പോയിന്റ്സും ഈ ഒരു PDF-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് നമുക്ക് വരാം. ഭഗത് സിംഗ് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നായകനാണ് ഭഗത് സിംഗ്. 20-ാം നൂറ്റാണ്ടിലെ ആദ്യകാല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായകൻ എന്ന് പറയുന്നത് അദ്ദേഹം കണ്ടോ, ജനിച്ചത് 1907 1907 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് ഇദ്ദേഹം ജനിക്കുന്നത്. 20-ാം നൂറ്റാണ്ടാണ് അല്ലെ. എവിടെയാണ് ജനിച്ചത്? പഞ്ചാബിലെ ബംഗ എന്ന ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. അപ്പോൾ നിലവിൽ ഈ ഒരു ഗ്രാമം പാകിസ്ഥാനിലാണ് കേട്ടോ, പാകിസ്ഥാനിൽ ലെയർപൂർ ജില്ലയിലാണ്. 1907 സെപ്റ്റംബർ മാസം 28-ാം തീയതി കിഷൻ സിംഗിന്റെയും വിദ്യാവതി അമ്മയുടെയും മകനായിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത്. പിന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇദ്ദേഹം മരണപ്പെട്ടു. മരണപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന് 23-24 വയസ്സായിരുന്നു കേട്ടോ. ഇദ്ദേഹത്തിന്റെ സ്മാരകം ഭഗത് സിംഗ് ചൗക്ക് എന്നാണ് കേട്ടോ. ഭഗത് സിംഗ് ചൗക്ക് എന്നാണ്. അതൊന്ന് നിങ്ങൾ തിരുത്തി വായിക്കുക. ഭഗത് സിംഗ് ചൗക്ക്. ഓക്കെ, ചവക്ക് എന്നല്ല, ചൗക്ക് എന്നാണ്. ഈ ഭഗത് സിംഗ് ചൗക്ക് ലാഹോറിലാണ്. ഇത് PSCയുടെ PYQ ആണ്. അപ്പൊ ഭഗത് സിംഗ് ചൗക്ക് എവിടെയാണ്? ലാഹോറിലാണ്. PYQ ആണ് കേട്ടോ, ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. അദ്ദേഹം ജനിച്ചത് 1907. 1907 എവിടെയാണ്? ബംഗ, പഞ്ചാബിലെ ബംഗയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇപ്പോൾ ഇത് പാകിസ്ഥാനിലാണ്. പിന്നെ ഭഗത് സിംഗ് ചൗക്ക് എന്നത് എന്താണ്? ഇദ്ദേഹത്തിന്റെ സ്മാരകമാണ് കേട്ടോ. അത് ലാഹോറിലാണ് എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. നോക്കിയേ, ഇങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇദ്ദേഹം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ബാല്യകാലത്തിൽ തന്നെ ദേശീയ ചിന്തകളൊക്കെ രൂപപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. അതുപോലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആ ഒരു സമയത്ത് അത് വല്ലാതെ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയൊരു സ്വാധീനം ചെലുത്തുകയും പിന്നീട് അദ്ദേഹം വിപ്ലവ മാർഗം സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി സംഘടനകളും പ്രവർത്തനങ്ങളുമാണ് നോക്കുന്നത്. ആദ്യം തന്നെ നോക്കിയേ, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ 1923 1923 ഇദ്ദേഹം എന്താണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ HRA ഈ ഒരു സംഘടനയിൽ അംഗമാവുകയാണ്. 1923 HRA ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന ഈ ഒരു സംഘടനയിൽ അംഗമായി. പിന്നീട് ഈ ഒരു സംഘടനയുടെ പേര് 1926 ആയപ്പോൾ HSRA, അതായത് സോഷ്യലിസ്റ്റ് എന്ന വാക്ക് കൂടി കൂട്ടിച്ചേർത്ത് HSRA ആയിട്ട് മാറി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ഒരു മെമ്പർ ആയിട്ട് വന്നു. പിന്നീട് ഇതിന്റെ ലീഡർ ആയിട്ടൊക്കെ മാറുന്നുണ്ട് കേട്ടോ. HSRAയുടെ ലീഡർ ആയിട്ടൊക്കെ മാറുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം ഇത് കൂടാതെ തന്നെ സ്ഥാപിച്ചിട്ടുള്ള മറ്റൊരു സഭയാണ് ഇത് നവജവാൻ ഭാരത് സഭ. നവജവാൻ ഭാരത് സഭ 1926 അതിന്റെ ലക്ഷ്യം എന്തെന്നാൽ, അതായത് കർഷകരെയും തൊഴിലാളികളെയും ഒക്കെ അണിനിരത്തിക്കൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള വിപ്ലവം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു നവജവാൻ ഭാരത് സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബ്രിട്ടീഷ് ഭരണം ആയുധ സമരത്തിലൂടെ അവസാനിപ്പിക്കുക, അതിനു വേണ്ടിയിട്ട് കർഷകരെയും തൊഴിലാളികളെയും അണിനിരത്തിയിട്ട് എന്ത് ചെയ്യുക? ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് വിപ്ലവം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെയാണ്, ഭഗത് സിംഗ് തന്നെയാണ് ഈ ഒരു നവജവാൻ ഭാരത് സഭയുടെ സെക്രട്ടറി ആയിട്ട് വരുന്നത്. 1926 ഇങ്ങനെ ഒരു നവജവാൻ ഭാരത് സഭ എന്ന പേരിലുള്ള ഈ ഒരു സംഘടന ഇദ്ദേഹം സ്ഥാപിച്ചത്. ഇനി ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. സാൻഡേഴ്സിന്റെ വധവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അതായത് നമ്മുടെ സൈമൺ കമ്മീഷൻ 1927 സൈമൺ കമ്മീഷനെതിരെ കുറച്ച് പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ലാല ലജ്പത് റായ് ലാത്തി ചാർജിൽ മരണപ്പെട്ടു. ഓക്കെ, ആ സമയത്ത് പോലീസ് സൂപ്രണ്ട് ആയിട്ടുണ്ടായിരുന്നത് ജെയിംസ് കോട്ട് എന്ന വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അവിടെ ലാത്തി ചാർജ് ഒക്കെ നടക്കുന്നത്. അപ്പൊ ആ ഒരു ലാത്തി ചാർജിൽ ലാല ലജ്പത് റായ് മരണപ്പെടുകയാണ്. അപ്പൊ ഇതിന്റെ പേരിലാണ് JP സാൻഡേഴ്സിനെ കൊലപ്പെടുത്തുന്നത്. JP സാൻഡേഴ്സിനെ കൊലപ്പെടുത്തിയത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ്. ഓക്കെ, ശരിക്കും പോലീസ് സൂപ്രണ്ട് ആയിട്ടുള്ള ജെയിംസ് കോട്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് ലാത്തി ചാർജ് നടത്തിയതും ലാല ലജ്പത് റായ് മരണപ്പെട്ടതും. പക്ഷെ അവിടെ നമ്മുടെ ഈ ഭഗത് സിംഗിനും കൂട്ടർക്കും എന്തുണ്ടായി? ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയും JP സാൻഡേഴ്സിനാണ് ഈ ഒരു ലാത്തി ചാർജിന് നേതൃത്വം കൊടുത്തത് എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണ കാരണം ഈ JP സാൻഡേഴ്സിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ?
ഓക്കെ, അങ്ങനെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ അസംബ്ലി ബോംബ് സംഭവം, ഇനി അടുത്തൊരു സംഭവമാണ് അസംബ്ലി ബോംബ് സംഭവം. നോക്കാം എന്താണെന്നുള്ളത്. അസംബ്ലി ബോംബ് സംഭവം എന്ന് പറയുമ്പം സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബതുകേശ്വർ ദത്തും അതുപോലെ തന്നെ ഭഗത് സിംഗും ചേർന്നിട്ട് ബോംബ് എറിയാണ്. അതായത് ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയാണ്. അവിടേക്ക് ബതുകേശ്വർ ദത്തും അതുപോലെ നമ്മുടെ ഭഗത് സിംഗും കൂടി ചേർന്നിട്ട് ഇവിടെ ബോംബ് എറിഞ്ഞു അസംബ്ലിയിലേക്ക്. അസംബ്ലി ബോംബ് സംഭവം എന്ന് അറിയപ്പെടുന്നത്, അതായത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ആരെയും കൊല്ലാനൊന്നും അല്ലായിരുന്നു, ഒരു നോൺ ലീത്തൽ ബോംബാണ് എറിഞ്ഞത്. എന്ന് വെച്ചാൽ ആർക്കും കേടുപാടില്ലാത്ത ബോംബ്, ആരും ആരും അവിടെ കൊലപ്പെടില്ല. അപ്പൊ അവരുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാല് ബ്രിട്ടീഷ് സർക്കാർ ഈ നമ്മുടെ ജനങ്ങളെ അടിച്ചമർത്തുന്ന ആ ഒരു നിയമങ്ങൾക്കെതിരായിട്ട്, ഒന്ന് രണ്ട് നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ബതുകേശ്വർ ദത്ത് നമ്മുടെ ഭഗത് സിംഗും കൂടി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബ് എറിഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യമാണ് അവിടെ യൂസ് ചെയ്തത്. ശരിക്കും ഈ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തിയാണ് ആര്? ഭഗത് സിംഗ്. ഇതിന്റെ ഉപജ്ഞാതാവ് ആരാ? അത് മുഹമ്മദ് ഇഖ്ബാൽ ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലോ, അറിയാലോ അല്ലെ? ബേസ് ആയിട്ടുള്ള ഏറ്റവും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇവര് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബ് എറിഞ്ഞു. അതിന്റെ ഫലമായിട്ട് ഇവരെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്തു. അപ്പോൾ ഈ ഒരു അസംബ്ലി സംഭവത്തിന് ശേഷം കാലത്തേക്ക് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലൊക്കെ ആയിരുന്നു. പിന്നീടാണ് ലാഹോർ ഗൂഢാലോചന കേസ്. ലാഹോർ ഗൂഢാലോചന കേസ് എന്ന് പറയുമ്പോൾ അതെന്താന്നുള്ളത് പറഞ്ഞുതരാം. ലാഹോർ ഗൂഢാലോചന കേസ് എന്താന്ന് വെച്ചാല്, അല്ലെങ്കിൽ ലാഹോർ കോൺസ്പിറസി എന്നൊക്കെയാണ് നമ്മുടെ ഡിഗ്രി ലെവലിലൊക്കെ കാണുന്നത്. ഇപ്പൊ ലാഹോർ ഗൂഢാലോചന കേസ് എന്നത് ബ്രിട്ടീഷ് സർക്കാർ ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള വിപ്ലവകാരികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കേസാണ്. ഈ കേസിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, JP സാന്റേഴ്സിന്റെ വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെന്നുള്ളത്. അപ്പൊ ഇതിന്റെ പ്രതികാരം, ലാല ലജ്പത് റായിയുടെ മരണത്തിന് പ്രതികാരമായിട്ടാണ് അവർ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് JP സാന്റേഴ്സിനെ വധിച്ചത്. ഈ ഒരു സംഭവത്തെയാണ് കേട്ടോ ലാഹോർ ഗൂഢാലോചന കേസ് എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇതൊരു ഗൂഢാലോചനയായി കണക്കാക്കുകയും അതിന്റെ പേരിൽ അക്യൂസ്ഡ് ആയിട്ടുള്ളവരായിരുന്നു ആരൊക്കെ? ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു, അതുപോലെ തന്നെ ഇവരുടെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനിലെ മറ്റു കുറച്ച് അംഗങ്ങളും. അപ്പൊ അങ്ങനെ നമ്മൾ അസംബ്ലി ബോംബ് കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് കുറെ നാൾ ജയിലിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനുശേഷമാണ് വീണ്ടും ഈ സാന്റേഴ്സിന്റെ മർഡർ കേസ് വീണ്ടും കുത്തിപ്പൊക്കി അതിൽ വിചാരണ ചെയ്യാനായിട്ട് വന്നത്, അല്ലെ അതിന്റെ ആ ഒരു കേസിന്റെ ഒരു ഫൈനൽ വിധിയിലേക്ക് വരുന്നത്. ആ വിധി എന്ന് പറയുന്നത് ഭഗത് സിംഗ് അതുപോലെ തന്നെ സുഖദേവ്, രാജ്ഗുരു ഈ 3 പേരെയും വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? ലാഹോർ ഗൂഢാലോചന കേസ് എന്ന് വെച്ചാൽ നമ്മുടെ സാന്റേഴ്സിനെ കൊന്ന കേസ്. ആ കേസിന്റെ വിധി വന്നു. ആ വിധി വരുന്ന സമയത്തും ഇവരെങ്ങനെ തന്നെയായിരുന്നു? ഇവര് മറ്റേ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞതിന്റെ അതുമായി ബന്ധപ്പെട്ട് തടവിലായിരുന്ന അല്ലെങ്കിൽ ശിക്ഷയിലായിരുന്ന സമയത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? വീണ്ടും ഇങ്ങനെ ഒരു കേസിന്റെയും കൂടെ വിധി വരുന്നത്. അതിന്റെ വിധി എന്തായിരുന്നു? ഈ 3 പേരെയും തൂക്കിക്കൊല്ലുക അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ 23 മാർച്ച് 1931 ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, PSC നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ചോദിക്കും. ഇവരെ ആദ്യം 1931 മാർച്ച് 24 രാവിലെ തൂക്കിക്കൊല്ലാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പക്ഷേ ആ ഡേറ്റ് മാറ്റി മാർച്ച് 23 തൂക്കിക്കൊന്നത്, വധശിക്ഷയ്ക്ക് വിധിച്ചത്. അതായത് ബ്രിട്ടീഷ് സർക്കാർ ശിക്ഷ ഒരു ദിവസം മുൻപ് മാർച്ച് 23 നടപ്പാക്കി. ഓക്കെ, മാർച്ച് 23 ഈവനിങ്ങിലാണ് ഇവരെ എന്ത് ചെയ്യുന്നത്? വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഇവരെ ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോ ജനപ്രക്ഷോഭം, നമ്മുടെ ഇവർക്കൊരു ഭയം ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർക്കൊരു ഭയം ഉണ്ടായിരുന്നു. ജനപ്രക്ഷോഭത്തിന്റെ കാരണങ്ങൾക്ക് അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാവാം എന്നുള്ളൊരു റീസൺ. പിന്നെ രാജ്യത്താകെ ഇവരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തതിനെ പ്രതിഷേധിച്ചില്ല, ഇവർക്കെതിരെ ഇങ്ങനെ വിധി വന്നു, ശിക്ഷയ്ക്ക് വിധിക്കണം എന്ന വിധി വന്നപ്പോൾ തന്നെ രാജ്യത്ത് വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മാർച്ച് 24 വരെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ജയിലൊക്കെ ആക്രമിക്കുകയും ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ മറ്റു കൂട്ടാളികളും രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു? 1931 മാർച്ച് മാസം 23 എന്ത് ചെയ്തു? ഇവരെ 3 പേരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കി. മനസ്സിലാവുന്നുണ്ടോ? അതാണ് സംഭവം. ഓക്കെ, നമ്മൾ ലാഹോർ ഗൂഢാലോചന കേസ് എന്താന്നുള്ളത് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ അസംബ്ലി സംഭവം അല്ലെങ്കിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആ ഒരു കേസിന്റെ അണ്ടറിൽ അവര് കുറച്ചു നാൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ സാന്റേഴ്സിന്റെ വധക്കേസിന്റെ വിചാരണ വരുന്നതും. അങ്ങനെ മാർച്ച് മാസം 23 1931 വർഷത്തിൽ ഇവരെ എന്ത് ചെയ്തു? വധശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നുള്ളത് പഠിച്ചു വയ്ക്കാം.
അപ്പൊ ഈ മാർച്ച് 23 എന്ന് പറയുന്ന ഈ ഒരു വർഷം ഉണ്ടല്ലോ, ഈ ഒരു ദിവസം ഉണ്ടല്ലോ, മാർച്ച് 23 എന്നുള്ളത്, ഇത് ഷഹീദ് ദിവസ് എന്നാണ് അറിയപ്പെടുന്നത്. ഷഹീദ് ദിവസ് അല്ലെങ്കിൽ സർവോദയ ദിനം, ഇവരുടെ രക്തസാക്ഷി ദിനമാണ്. ഇവരുടെ 3 പേരുടെയും രക്തസാക്ഷി ദിനമാണ്. അപ്പോ ഷഹീദ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി എന്നാണ് അർത്ഥം. പിന്നെ ഇദ്ദേഹത്തെ, നമ്മുടെ ഭഗത് സിംഗിനെ രക്തസാക്ഷികളുടെ രാജകുമാരൻ അല്ലെങ്കിൽ ഷഹീദുകളുടെ രാജകുമാരൻ എന്നൊക്കെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് കേട്ടോ. അപ്പൊ ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ലാഹോർ ഗൂഢാലോചന കേസ്, HSRAയുടെ വർഷം, പിന്നെ നമ്മുടെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബ് എറിഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് പോവുകയാണെ. കഴിഞ്ഞു. ഇനി സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന വ്യക്തിയാണ് ഭഗത് സിംഗ്. ജനങ്ങളുടെ ചിന്തയിലൊക്കെ മാറ്റം വരുത്തുക, അതായത് ബ്രിട്ടീഷുകാർക്ക് അണ്ടറിൽ കിടക്കേണ്ട ആളുകളല്ല നമ്മൾ എന്ന രീതിയിൽ ജനങ്ങളുടെ ചിന്തയിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം എപ്പോഴും വിപ്ലവങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് വൈ ഐ ആം ആൻ എത്തിസ്റ്റ്. PSC പല ആവർത്തി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്, വൈ ഐ ആം ആൻ എത്തിസ്റ്റ് എന്നുള്ളത്. ഇനി ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ്, ബതുകേശ്വർ ദത്ത് എന്നിവരൊക്കെയാണ്. ഇനി ചരിത്ര പ്രാധാന്യം എന്താന്ന് വെച്ചാല് ഇദ്ദേഹം ഒരു ഒരു യുവാവായിരുന്നു. യുവജനങ്ങൾക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം ചെയ്തിരുന്നത്. ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ട് നമുക്ക് ഇദ്ദേഹത്തെ കാണാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് ആര്? നമ്മളുടെ ഭഗത് സിംഗ്. നിങ്ങൾ ഓർക്കണം, 1931 ഇദ്ദേഹം മരണത്തിന് വിധേയനായി അല്ലെ? 1907 to 1931, ഏകദേശം 23 24 വയസ്സ് വരെ മാത്രമാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ എന്ന് പറഞ്ഞത്? ഇദ്ദേഹത്തിന് കുറച്ച് നാൾ കൂടി ആയുസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പല കാര്യങ്ങളും പ്രതീക്ഷിക്കാമായിരുന്നു അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഭഗത് സിംഗിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ജനനം ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. 28 സെപ്റ്റംബർ 1907. പിന്നെ വരുന്നത് ഭഗത് സിംഗ് ചൗക്ക് എവിടെയാണ് എന്നുള്ളത്. എവിടെയാണ്? ലാഹോറിലാണ് ഭഗത് സിംഗ് ചൗക്ക്. ഈ ഒരു കാര്യം ഇവിടെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു പോയിന്റ് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അതായത് ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു എന്നിവര് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹുസൈനി വാല ദേശീയ രക്തസാക്ഷി സ്മാരകം, ഓക്കെ, അവിടെയാണ് കേട്ടോ. ഇവരുടെ അല്ലെങ്കിൽ ഇവര് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം എന്ന് പറയുന്നത് പഞ്ചാബിലാണ്. പഞ്ചാബിലെ ഹുസൈനി വാല ദേശീയ രക്തസാക്ഷി സ്മാരകത്തിലാണ്. എന്നാൽ ഇവരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്, ഭഗത് സിംഗിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ് എന്നുള്ളത് ഓർക്കണം. ഇനി മറ്റൊരു പോയിന്റ്, ഷഹീദ് ഇ അസം എന്നുകൂടി ആരറിയപ്പെടുന്നുണ്ട്? ഭഗത് സിംഗ് അറിയപ്പെടുന്നുണ്ട്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നാണ് അതിന്റെ അർത്ഥം. ഷഹീദ് ഇ അസം എന്ന വാക്കിന്റെ അർത്ഥം. മറ്റൊരു പോയിന്റ് നമ്മൾ ഇവിടെ ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന്റെ തൂലികാ നാമങ്ങൾ. ബൽവന്ത് എന്ന തൂലികാ നാമത്തിൽ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഭഗത് സിംഗ്, ആ ബായും മറ്റേ ബൽവന്തിന്റെ ബായും കൂടെ കൂട്ടി കണക്ട് ചെയ്യുക. ബൽവന്ത്, രഞ്ജിത്ത്, വിദ്രോഹി എന്നീ 3 അപരനാമങ്ങളിൽ ഭഗത് സിംഗ് അറിയപ്പെടുന്നുണ്ട്. ഇതിൽ ഈ വിദ്രോഹി എന്നുള്ളത് PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ബൽവന്ത്, രഞ്ജിത്ത്, വിദ്രോഹി എന്നീ പേരുകളിലൊക്കെ ആരറിയപ്പെടുന്നുണ്ട്? ഭഗത് സിംഗ് അറിയപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ നവജവാൻ ഭാരത് സഭ അത് സ്ഥാപിച്ച വർഷം ഒന്ന് നോട്ട് ചെയ്യുക. 1926 ആണ്. അതിന്റെ സെക്രട്ടറി ആയിരുന്നതും ഭഗത് സിംഗ് തന്നെയാണ്. കർഷകരെയും തൊഴിലാളികളെയും ഒക്കെ അണിനിർത്തിയിട്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള വിപ്ലവം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു സഭ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, നവജവാൻ ഭാരത് സഭ 1926. ഓക്കെ, ഇനി അടുത്തത് സാൻഡേഴ്സന്റെ വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏത്? സാൻഡേഴ്സന്റെ വധം 1926. ഈ വധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ലാഹോർ ഗൂഢാലോചന കേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ലാലാ ലജ്പത് റായ് ലാത്തി ചാർജിൽ പരിക്കേറ്റ് സൈമൺ കമ്മീഷനു അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിലുള്ള പ്രതിഷേധത്തിൽ നടന്നിട്ടുള്ള ലാത്തി ചാർജ്, ആ ലാത്തി ചാർജിലാണ് ലാലാ ലജ്പത് റായ് മരണപ്പെടുന്നത്. അപ്പൊ SP സാൻഡേഴ്സൺ ആണ് ഇതിന്റെ നേതൃത്വം കൊടുത്തത് എന്ന തെറ്റിദ്ധാരണയിന്മേലാണ് JP സാൻഡേഴ്സിനെ ഇദ്ദേഹം, നമ്മുടെ ഭഗത് സിംഗ് കൂട്ടരും കൂടി വെടിവെച്ച് കൊല്ലുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷമാണ് ഇവരെന്ത് ചെയ്യുന്നത്? അസംബ്ലി ബോംബ് സംഭവം 1929, തൊട്ടടുത്തടുത്ത വർഷങ്ങളാണ്. അപ്പൊ അസംബ്ലി ബോംബ് കേസ് സംഭവത്തിലാണ് ഇവരെ ആദ്യം ജയിലിലാക്കുന്നത്. അതിനുശേഷമാണ് വീണ്ടും സാൻഡേഴ്സന്റെ ആ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി വരുന്നതും ഇവരെ പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതും.
വധശിക്ഷ നടപ്പാക്കിയത് 1923 മാർച്ച് 31-നാണ്. ഓർത്തു വെച്ചേക്കുക. ഈ ഒരു ദിവസമാണ് ഷഹീദ് ദിവസ് അല്ലെങ്കിൽ സർവോദയ ദിനം എന്നൊക്കെ ആയിട്ട് ആചരിക്കുന്നത്. ഇദ്ദേഹത്തെ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെ ഷഹീദുകളുടെ രാജകുമാരൻ. അതുമല്ലാന്നുണ്ടെങ്കിൽ ഷഹീദ് ഇ അസം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്, രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അത്രയും പോയിന്റ് ഓർക്കുക. ലാഹോർ ഗൂഢാലോചന കേസ് വർഷം 1929. നമ്മുടെ സാൻഡേഴ്സിന്റെ വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ്. ഓർത്തു വെച്ചേക്കാട്ടോ. അപ്പൊ അതിന്റെ വിധിയായിരുന്നു എന്താ, ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും അതുപോലെ തന്നെ സുഖദേവിനെയും ഒക്കെ എന്ത് ചെയ്യാനായിട്ട് വധശിക്ഷയ്ക്ക് വിധേയമാക്കുക എന്നുള്ള ഒരു വിധി വന്നിട്ടുള്ളത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭഗത് സിംഗുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്ന കാര്യം കൂടി കമന്റ് ബോക്സിൽ പറയണം. നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് ഒരുപാട് കുറവാണ്. ഓരോ വീഡിയോസിനും നമ്മൾ എടുക്കുന്ന എഫേർട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ് കണ്ടതിന് ശേഷം ഒരു ലൈക്ക്, ഒരു ഹൈപ്പ്, ഒരു കമന്റ് അതൊക്കെ നൽകിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തോളൂ. അവിടെയാണ് നമ്മുടെ വീക്കിലി സ്റ്റഡി പ്ലാനും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എക്സാംസും ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. മെയ് ഓൺവേർഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പെയ്ഡ് ടെലഗ്രാം പെയ്ഡ് LP-UP ബാച്ചിന്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ടെലഗ്രാമിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നത്. യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. താങ്ക് യു ഓൾ.